കേരളത്തിലെ കോൺഗ്രസ് അധ്യക്ഷനെ ചൊല്ലിയുള്ള ചർച്ചകൾ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ സജീവമായിരിക്കുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരൻ ഇപ്പോൾ മാറേണ്ടുന്ന സാഹചര്യമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഒരു ചോദ്യം ഉയർന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ പരിസരത്തിൽ കെ സുധാകരൻ KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് മാറണമെന്നത് തന്നെയാണ് ഉത്തരം. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കെ സുധാകരൻ എന്ന നേതാവിൽ നിന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസും കോൺഗ്രസ് പ്രവർത്തകരും പ്രതീക്ഷിച്ചിരുന്ന ചിലതുണ്ട്. ജനങ്ങൾക്കിടയിൽ നിരന്തരമായി ഇടപെട്ട് ഒരു വലിയ കരുത്തോടെ കോൺഗ്രസ് തിരിച്ചു വരും എന്ന പ്രതീക്ഷ, അതിന് ആർജവമുള്ള നേതാവ് എന്ന നിലയിൽ കെ സുധാകരന് സാധിക്കും എന്നുള്ള പ്രതീക്ഷ, ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായിരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. അദ്ദേഹം ചുമതലയേറ്റ ഘട്ടം മുതൽ അദ്ദേഹത്തെ വരിഞ്ഞു മുറുക്കിയിരുന്ന ഘടകങ്ങളുണ്ട്. കേരളത്തിൽ പഴയ AI ഗ്രൂപ്പൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും കൃത്യമായ ലോബികൾ കേരളത്തിലെ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ ഗ്രൂപ്പ് എന്ന് വിളിക്കേണ്ട, ലോബികൾ എന്ന് വിളിക്കുന്നതാണ് നല്ലത്. അപ്പോൾ കെ സുധാകരനെ ആദ്യഘട്ടത്തിൽ വരിഞ്ഞു മുറുക്കിയ ആ ലോബിയിങ്, അതിനുശേഷം സുധാകരനുണ്ടായ അനാരോഗ്യം, എൻ്റെ അനാരോഗ്യം എൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകരോടൊക്കെ സുധാകരൻ ചോദിക്കുന്നത് കേട്ടു. അതിന് മാധ്യമപ്രവർത്തകർ എന്ത് മറുപടി പറയാനാണ്? സുധാകരൻ തന്നെ വിലയിരുത്തേണ്ടുന്ന ഒന്നാണ്. സുധാകരൻ എന്ന നേതാവിൽ നിന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രതീക്ഷിച്ചത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കാൻ സാധിച്ചോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മാറി നിൽക്കുക എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. പക്ഷേ സുധാകരൻ മാറിയാൽ ആര്? അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുകൾ ഏതെങ്കിലും മത താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയാൽ മതി എന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർ ചെന്ന് ചാടാൻ പോകുന്നത് വലിയ കുഴിയിലേക്കാണ്. ഇപ്പോഴത്തെ അവസ്ഥ തുടരും എന്ന നിലയിലേക്ക് മാത്രമേ അത് കൊണ്ടുവന്നെത്തിക്കൂ. ഇപ്പോൾ ആൻ്റണി ആയാലും സണ്ണി ജോസഫ് ആയാലും കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ പര്യാപ്തരായ നേതാക്കളൊന്നുമല്ല. കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ പര്യാപ്തരായ നേതാക്കൾ ഇവിടെ തന്നെ ഉണ്ട്. എന്തുകൊണ്ട് കെ മുരളീധരനെ വീണ്ടും KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിച്ചുകൂടാ? ജാതി മത സമവാക്യങ്ങളൊക്കെ മാറ്റിവെക്കണം. ആ കാലമൊക്കെ കഴിഞ്ഞു. പ്രവർത്തനശേഷിയുള്ളവർ അമരത്തെത്തണം. അതാണ് കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ എവിടെയെങ്കിലുമൊക്കെ നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെളിയിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളെ മാറ്റി മറ്റു പല താല്പര്യങ്ങളുടെയും പേരിൽ ആരെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വയ്ക്കാനുള്ള താല്പര്യങ്ങൾ ഉണ്ടായതാണ് പഞ്ചാബിലൊക്കെ വലിയ തിരിച്ചടിയേൽക്കുന്നതിന് കാരണമായത്. അപ്പോൾ പ്രവർത്തനശേഷി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കെ മുരളീധരൻ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ കോൺഗ്രസ്സിന് എന്തുകൊണ്ടും വിശ്വസിക്കാവുന്ന നേതാക്കന്മാരിൽ ഒരാളാണ്. KPCC അധ്യക്ഷനായിരിക്കുന്ന വേളയിൽ തൻ്റെ പ്രവർത്തന മികവ് കേരളത്തിന് അനുഭവവേദ്യമാക്കി കൊടുത്ത ഒരാളാണ്. കേരളത്തിലെ മികച്ച KPCC പ്രസിഡന്റുമാരുടെ പട്ടിക പരിശോധിക്കുമ്പോൾ അതിൽ ഉറപ്പായും ഉൾപ്പെടുത്താവുന്ന ഒരു പേരാണ് കെ മുരളീധരൻ്റേത്. അതിലൊരു സംശയമില്ല. ഇപ്പോഴാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ജനപ്രതിനിധി എന്നുള്ള ചുമതലകളുമില്ല. കോൺഗ്രസിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നയിക്കാൻ കാര്യപ്രാപ്തിയുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ കെ മുരളീധരനുണ്ട്. വേറെയും മുതിർന്ന നേതാക്കൾ പലരുമുണ്ട്. രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ആളുകളുണ്ട്. പക്ഷേ കെ മുരളീധരൻ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പാർട്ടിയെ നയിക്കാൻ പരമയോഗ്യനായ ആളാണ്. ഇനി കെ മുരളീധരൻ നേരത്തെ പ്രസിഡൻ്റായിരുന്ന ആളാണ്. കെ മുരളീധരൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റയാളാണ്. കെ മുരളീധരന് വേറെ ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ വാദിക്കുന്നവർ, ചുരുങ്ങിയ പക്ഷം PC വിഷ്ണുനാഥിനെയെങ്കിലും, ഒരു പുതിയ തലമുറ വരണം എന്ന് വാദിക്കുന്ന ആളുകൾ PC വിഷ്ണുനാഥിനെയെങ്കിലും ആ സ്ഥാനത്ത് കാണാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തണം. അല്ലാതെ ആൻ്റണി, സണ്ണി ജോസഫ് എന്നൊക്കെ പറയുന്ന ചോയ്സുകൾ കേരളത്തിലെ കോൺഗ്രസ്സിന് എന്ത് ഗുണമാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്? ക്രൈസ്തവ സമുദായം മുഴുവൻ ഞങ്ങളോടൊപ്പം ഇവരെ കൊണ്ടുവന്നാൽ വന്നു ചേരും എന്നാണോ? കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇപ്പോഴും കോൺഗ്രസിനോടൊപ്പം ഉണ്ട്. BJP അവിടേക്കൊക്കെ ഇടിച്ചു കയറുന്നത് കോൺഗ്രസിൻ്റെ ചില കഴിവുകേടുകൾ കൊണ്ടാണ്. അതിന് ആൻ്റണിയെ, സണ്ണി ജോസഫിനെ പോലെയുള്ള ഒരു നേതാവിനെ കൊണ്ടുവന്നാൽ ആ ക്രൈസ്തവരെല്ലാവരും തിരികെ ഇങ്ങ് വരും എന്ന് കരുതുക വയ്യ. അവർക്കിടയിൽ പ്രവർത്തിക്കാനുള്ള സന്നദ്ധത ഉണ്ടാവുക എന്നുള്ളതാണ്. പാർട്ടി അണികൾക്ക് ആവേശം കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. സാമുദായിക സമവാക്യങ്ങളെ കോർത്തിണക്കാൻ കഴിയുന്ന ഒരാൾ നേതൃത്വത്തിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അല്ലാതെ ഇന്ന സമുദായത്തിൻ്റെ പ്രതിനിധി വരിക എന്നുള്ളതല്ല. അതിന് കഴിവുള്ള രണ്ട് നേതാക്കളുടെ പേരുകളാണ് സൂചിപ്പിച്ചത്. ഒന്ന് കെ മുരളീധരൻ
ഒരു തലമുതിർന്ന നേതാവാണ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണെങ്കിൽ പുതിയ തലമുറയിൽ നിന്ന് പി സി വിശ്വനാഥിനെ എന്തുകൊണ്ട് പരീക്ഷിച്ചുകൂടാ? പി സി വിശ്വനാഥനാണെങ്കിൽ കർണാടകയിലും തെലങ്കാനയിലുമൊക്കെ കോൺഗ്രസിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ പാരമ്പര്യവുമുണ്ട്. ആ അനുഭവ സമ്പത്ത് വളരെ വലുതാണ്. ബി ജെ പിയിൽ നിന്ന് കർണാടകയും BRSൽ നിന്ന് തെലങ്കാനയും കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ സാധിച്ചത് ഒരു കൂട്ടായ പരിശ്രമത്തിൽ കൂടിയാണ്. അവിടെ ചുമതലകൾ ഉണ്ടായിരുന്ന ആളാണ് വിശ്വനാഥ്, AICC സെക്രട്ടറി എന്നുള്ള നിലയിൽ. അപ്പോൾ ഈ പവർ പൊളിറ്റിക്സിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് വളരെ കൃത്യമായി തെലങ്കാനയിലെയും കർണാടകത്തിലെയും ഒക്കെ അനുഭവങ്ങളിലൂടെ പഠിച്ചിട്ടുള്ള ഒരാൾ. അങ്ങനെ ഒരാൾക്ക് സ്വാഭാവികമായി തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ സാധിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. വിശ്വനാഥ് പക്വമതിയായ യുവ നേതാക്കളിൽ ഒരാൾ കൂടിയാണ്. അപ്പോൾ വിശ്വനാഥിനെ പോലെയുള്ള ഒരാളുടെ എന്തുകൊണ്ട് പരിഗണിച്ചുകൂടാ? ഒന്നാം ചോയ്സ് കെ മുരളീധരൻ, രണ്ടാം ചോയ്സ് വിശ്വനാഥ്. പക്ഷേ ജാതിയും മതവും ഒക്കെ നോക്കുമ്പോൾ അതൊരു പ്രശ്നം. കാരണം പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒക്കെ ഒരു ജാതി ഒരു മതമൊക്കെ ആവാമോ എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഇവിടെ അണികൾക്ക് ആവേശം പകരാൻ കഴിയുന്ന ഒരു നേതാവ് ഉണ്ടാവും. അങ്ങനെ ഒരു നേതാവിനെ കോൺഗ്രസിന് ആ പാർട്ടിയുടെ അമരത്ത് കൊണ്ടുവന്ന് ഇരുത്താൻ സാധിക്കുമോ? അതുമാത്രമാണ് പ്രശ്നം. ഇവിടെ അണികൾക്ക് ആവേശമുണ്ടാക്കലാണ് KPCC പ്രസിഡന്റിൻ്റെ പ്രാഥമിക ദൗത്യം. അവർ നിരാശയിലാണ്. സർക്കാരിനെതിരെയൊക്കെ ഇങ്ങനെ ഒരു വശത്ത് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു പോകുന്നുണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇപ്പോഴും കോൺഗ്രസ്സുകാർ ഉള്ളിൽ പറയുന്നത് ജയിക്കാവുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നാണ്. എത്രയോ കോൺഗ്രസ്സുകാരോട്, സാധാരണക്കാരായ കോൺഗ്രസ്സുകാരോട്, ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളോടൊക്കെ സംസാരിച്ചിട്ടാണത് പറയുന്നത്. ആർക്കും ആത്മവിശ്വാസമില്ല. പിന്നെ ഒരു കാറ്റെങ്ങാനും വീശിയാൽ ഞങ്ങളങ്ങ് ജയിച്ചു കളയും എന്നുള്ളതാണ്. ആ കാറ്റ് വീശണമെങ്കിൽ അതിന് പിന്നിൽ ഒരു വലിയ പ്രയത്നം ആവശ്യമാണ്. കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ ഉണ്ടായതുപോലെ ആ പ്രയത്നത്തിന് അണികളെ ഏകോപിപ്പിച്ച് നിർത്താൻ കഴിവുള്ള ഒരു നേതാവ് വേണം. അതിനിപ്പോൾ കോൺഗ്രസിൽ രണ്ട് പേരുകൾ ഉറപ്പായും പരിഗണിക്കാൻ. രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ആളുകൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു KPCC പ്രസിഡന്റ് എന്ന ചുമതലയിൽ പിടിച്ചിടാൻ സാധിക്കില്ല. പക്ഷേ മുരളീധരനെ പോലെയുള്ള ഒരാളിനെ കോൺഗ്രസ് വിട്ടുകളയരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. PC വിശ്വനാഥനെ പോലെയുള്ള ഒരാളിനെ ചുമതല ഏൽപ്പിക്കാൻ ഒരു പുതുമുഖത്തെയാണ് തേടുന്നതെങ്കിൽ 100% വിശ്വസിക്കാവുന്ന നേതാവ് PC വിശ്വനാഥാണ് എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല. മണ്ടത്തരം കാട്ടിയാൽ കോൺഗ്രസ്സിന് ഒരു വട്ടം കൂടി പ്രതിപക്ഷത്ത് തുടരേണ്ടി വരുമെന്നുള്ളത് മാത്രമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിയെ അടിമുടി മാറ്റിയെടുക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ രണ്ട് ചോയ്സുകളിൽ ഒന്നിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് കണ്ണുവയ്ക്കാം. അല്ലാതെ ഏതെങ്കിലും സമുദായത്തിൻ്റെ പ്രതിനിധികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പിണിയാൾ അങ്ങനെയുള്ള നിലയിൽ KPCC പ്രസിഡന്റിനെ കൊണ്ടുവന്നാൽ അത് വലിയ പരാജയത്തിലേക്ക് വഴി തുറക്കും. സുധാകരൻ ഒരു മികച്ച ചോയ്സ് ആയിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ ഒരു പരാജിതനാക്കി മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.